പടച്ചോനാണ് എന്ന് ഈ കേരളക്കരയിലെ മുസ്ലിമീങ്ങളോട് പറയേണ്ടി വരിക എന്ന് പറയുമ്പോൾ എത്ര ഗൗരവമാണ്. അല്ല കൂട്ടരെ, CM അല്ല പടച്ചോൻ, അള്ളാഹുവാണ് പടച്ചോൻ എന്ന് മുസ്ലിമീങ്ങളോട് പറയേണ്ടി വരിക എന്ന് പറയുമ്പോൾ എത്ര വലിയ അപകടമാണ്. അപ്പൊ നമ്മുടെ സമൂഹത്തിലെ വിശ്വാസം, അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ വിശ്വാസം, അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ പ്രവർത്തനം, തൗഹീദിന്റെ ഈ ഒന്നാമത്തെ ഭാഗം പോലും ക്ലിയറാക്കാൻ പലപ്പോഴും നമ്മുടെ ഉമ്മത്തിലെ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. അവർ തൗഹീദുർ റുബൂബിയ്യ അംഗീകരിക്കണം. റബ്ബായി അള്ളാഹു മാത്രം, അഥവാ ഖൽഖിലും മുൽക്കിലും തദ്ബീറിലും സൃഷ്ടിപ്പിൽ ഏകനാണ്, അധികാരത്തിൽ അവൻ ഏകനാണ്, നിയന്ത്രിക്കുന്നത് അവൻ മാത്രമാണ്, വേറെ നിയന്താവില്ല. CM-നെ അത് ഏൽപ്പിച്ചിട്ടില്ല, മമ്പറന്തങ്ങൾ അത് ഏൽപ്പിച്ചിട്ടില്ല, മറ്റേതെങ്കിലും ഔലിയാക്കൾ റബ്ബ് ഏൽപ്പിച്ചിട്ടില്ല. ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. ആ CM-ന് മുമ്പ് വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, അതിനു മുമ്പ് പല ഔലിയാക്കളും കഴിഞ്ഞു പോയിട്ടുണ്ട്, അമ്പിയാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഈ ലോകത്ത് പല അവസ്ഥകളും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനെയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച റബ്ബ് ഏക ഇലാഹ്, അവൻ മാത്രമാണ് നിയന്താവ്. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി. അതുകൊണ്ട് അവനെ മാത്രം ആരാധിക്കണം. ഇലാഹായി അല്ലാഹു മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അർഹതയുള്ള ആരാധ്യൻ ഏക ഇലാഹായ റബ്ബ് മാത്രമേ ഉള്ളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന് എന്റെ ജീവിതം ഇതാ സാക്ഷ്യം വഹിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ മുഅ്മിനിന് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു അയച്ച നബിയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിശ്വാസം എങ്ങനെയെന്ന് പഠിപ്പിച്ചത്, കർമ്മങ്ങൾ എങ്ങനെയെന്ന് പഠിപ്പിച്ചത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങളെ പിൻപറ്റി ജീവിക്കാൻ, റസൂലിനെ റസൂലായി അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ രണ്ട് കലിമത്ത് തൗഹീദിന്റെ ഈ വാക്കുകളില്ലേ പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്നത്. ഇതിൽ വ്യതിചലനം സംഭവിച്ചാൽ, ഇതിൽ എങ്ങാനും വ്യത്യാസം വന്നുപോയാൽ ഈ ലോകം അങ്ങനെ കഴിഞ്ഞു പോകും, പരലോകം നമുക്ക് നഷ്ടമായിരിക്കും. ബർസഖോട് കൂടി അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും.